ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എറണാകുളം സീരീസിന്റെ ഫൈനൽ സെഗ്മെന്റിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ എറണാകുളത്ത് എന്ന് പറയുമ്പോൾ പ്രോപ്പർ MG റോഡിലുള്ള കൊച്ചിൻ ഗ്രാൻഡ് ഹോട്ടലിലാണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സമയം കളയണ്ട, കാരണം മഴ പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ബാറിന്റെ അകത്ത്. This is about actually Cochin at the Grand. Guys, ഇത് ആക്ച്വലി കൊച്ചിൻ ബാർ അല്ല, ഇത് ഇറ്റ്സ് ആക്ച്വലി കൊച്ചിൻ ഗ്രാൻഡ് ഹോട്ടലിന്റെ ബാർ സെഗ്മെന്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ എൻട്രി എന്ന് പറയുന്നത്. മോൺ ഗൈസ്, നോ, നല്ലൊരു വിന്റേജ് എഫക്റ്റ് ആണെന്നൊക്കെയാണ് നമുക്ക് എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടില്ലേ ആ ഒരു ആർക്കിടെക്ചർ ഒക്കെ കണ്ടില്ലേ? കാരണം മറ്റെവിടെയും നമ്മൾ കാണാത്തൊരു സൂപ്പർ ക്വാളിറ്റിയും ഒരു വെറൈറ്റിയാണ് ഇവർ കൊണ്ടുവരാൻ നോക്കിയിരിക്കുന്നത്. കണ്ടില്ലേ? നമ്മുടെ നോർമൽ മാർബിളും നമ്മൾ ഹൗസ് സ്റ്റോറും കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ കാണാത്ത കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് റിവ്യൂ ചെയ്തിരിക്കും, അല്ലേ മിസ്റ്റർ ഡ്രാഗൺ ജി? പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞോളൂ, കയറിക്കോളൂ. Cochin at the Grand. കൊച്ചിൻ ഗ്രാൻഡ് ഹോട്ടലിന്റെ ബാറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. പുറമെയുള്ള സെഗ്മെന്റ്സ് എല്ലാം നിങ്ങൾ കണ്ടു. വളരെ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്, ഹോട്ടൽ കം ബാറാണ് നമ്മുടെ കൊച്ചിൻ എന്ന് പറയുന്നത്, ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സെഗ്മെന്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. വളരെ ലക്ഷറി മാത്രമല്ല, ഒരു വിന്റേജ് എഫക്റ്റ് ആണ് നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. കാരണം ഈ ഒരു സീറ്റിംഗ് പൊസിഷൻസ് നിങ്ങൾ കണ്ടില്ലേ, വളരെ ലോ ആയിട്ടുള്ള ഒരു ആംബിയൻസ്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വളരെയധികം കംഫർട്ടബിൾ ആണ് നമുക്ക്. അല്ല, ചില ബാറിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും പൊക്കത്തിലായിരിക്കും, നിന്ന് ഉള്ള കൗണ്ടേഴ്സാണ് നമുക്ക് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ലെവലിൽ ഇരിക്കാൻ പറ്റും. വളരെ കംഫർട്ടബിൾ ആണ്. ഇവിടെ വെച്ച് നമുക്ക് സെർവ് ചെയ്യാൻ, കഴിക്കാം, ഡിസ്കഷൻസ് എനിത്തിങ് പോസിബിൾ. കാരണം അത്രയും ഒരു എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് നമുക്ക് ഇതിനകത്ത് കാണേണ്ടത് ആക്ച്വലി. കാരണം വളരെ സിംപ്ലിസിറ്റിയും അതുപോലെ തന്നെ ഒരു ട്രെൻഡിങ്ങുമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി യഥാർത്ഥ ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, വിച്ച് മീൻസ് വാട്ട് ആർ വി ഗോണ ബൂസ്റ്റ് ടുനൈറ്റ്, സോറി ദിസ് ഈവനിങ്. അപ്പോൾ ഞാൻ ഇന്നെന്തായാലും ഒരു വിസ്കി ഓർ ബ്രാൻഡി, ദാറ്റ്സ് വാട്ട് ഐ എം ഗോണ പ്രിഫർ. ആൻഡ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ഡ്രങ്കൻ ജിക്ക് ഇന്നൊരു കോക്ടെയിൽ മേക്ക് ചെയ്യാം. കാരണം ഇവിടെ നല്ല എക്സ്പീരിയൻസ്ഡ് കോക്ടെയിൽ മേക്കേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞു. സോ വിൽ ഗോ ഫോർ കോക്ടെയിൽ ആക്ച്വലി. ഇന്റർനാഷണൽ വേണ്ടോ നാഷണൽ വേണോ ഏതാണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് അവരുടെ മെനു ഉണ്ട്, നമുക്ക് മെനു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് റോക്ക് ഓൺ. ദിസ് ഈസ് ദെയർ മെനു. ഇത് നല്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് സാധനങ്ങളാണ് ഈ കാണുന്നത്. സിംഗിൾ മോൾട്ട് അടക്കം ഉണ്ടല്ലോ, സിംഗിൾ മോൾട്ട് അവൈലബിൾ ആണ്. ഇത്തിരി എക്സ്പെൻസീവ് ആണ്, അറിയാമല്ലോ. ജിം ബീം വരെ ഉണ്ട്. ജിം ബീം വരെ എന്നല്ല, ജിം ബീമും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ, വി ഹാവ് കനേഡിയൻ വിസ്കി. 60 ml 700 രൂപയാണ്. കനേഡിയൻ ക്ലബ് വിസ്കിയാണ്. പിന്നെ ഐറിഷ് വിസ്കി ഉണ്ട്, ജെയിംസൺ, അതെ നമുക്കറിയാവുന്ന ബ്രാൻഡ്. പിന്നെ ബ്രാൻഡീസ് ഉണ്ട്, ഇമ്പോർട്ടഡ് ബ്രാൻഡീസ് ഉണ്ട്. ഗോൾഡൻ നെപ്പോളിയൻ ഫ്രഞ്ച് VSOP, ബാഡിനെറ്റ്, നമ്മുടെ വെലോസിറ്റി ട്രൈ ചെയ്ത സെയിം ബ്രാൻഡ്. പിന്നെ നമ്മുടെ സെയിം റെമി, ബി ഹൈ, അതൊരു നല്ല ബ്രാൻഡിയാണ്. ഐ തിങ്ക് ഐ ഗോ ഫോർ ബി ഹൈ. പിന്നെ ജിന്നൊന്നും നമ്മുടെ ഒരു ടോപ്പിക് അല്ല. വോഡ്ക നമ്മൾ ഓൾറെഡി ഈ കൊച്ചി സീരീസിൽ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തതാണ്. പിന്നെ വിസ്കി, DSP ബ്ലാക്ക് പൈപ്പർ, അറിയാം, ഈ മെനു നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. സോ വിസ്കിയിലേക്ക് ഞാൻ ഇത്തവണ എന്തായാലും ഈ ബ്രാൻഡുകളിലേക്ക് ഞാൻ പോകുന്നില്ല. വിസ്കിയിൽ കുറ്റിസാർക്ക് ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ മെയ്ഡാണ്. റമ്മിലേക്കൊന്നും തീർച്ചയായിട്ടും പോകത്തില്ല അല്ലേ മിസ്റ്റർ ഡോജി? റമ്മാടല്ലേ? ഓക്കെ, ബിയർ വേണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബട്ട് ഇൻ ദ മീൻ ടൈം വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ബ്രാൻഡ് വി ആർ ഗോണ യൂസ് ടുനൈറ്റ്. ലിക്കേഴ്സ് ഒന്നും വേണ്ട, കോക്ടെയിൽ സെക്ഷനാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. കോക്ടെയിൽസ് ഇതിനകത്തല്ലേ മിസ്റ്റർ ഡോജി? കോക്ടെയിൽ തന്നെ ആണല്ലേ ഇന്ന് ഫിക്സ് ചെയ്തോ? ഓക്കെ, തുറന്നോളൂ. ഓക്കെ, സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ഡഹേരിയാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് സ്ട്രോബെറി ഡഹേരി. നമ്മൾ മേക്ക് ചെയ്ത്, നമ്മൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്താണ് ആലപ്പി വെച്ച്. മൊഹിത്ത ഉണ്ട്, സ്ക്രൂ ഡ്രൈവർ,
ബ്ലഡി മേരി. തനിക്ക് ബ്ലഡി മേരി തന്നല്ലോ, ബ്ലഡി ഡ്രങ്കൻ. ഓക്കെ. സോ വാട്ട്, ടൊമാറ്റോ ഒക്കെ ഉള്ള വിസ്കി സോർ അത് നമ്മൾ മേക്ക് ചെയ്തു. ബ്ലൂ മൗണ്ടൈൻ, ഫ്ലൈയിങ് ഗ്രാസ്, ഗോഡ് ഫാദർ. നമ്മളിവിടെ കേട്ടിട്ടുണ്ടല്ലോ, ചീട്ടുകളുടെ ഗോഡ് ഫാദർ അല്ലേ? നമുക്ക് കഴിഞ്ഞ ദിവസം വേറെ എന്തോ കാര്യത്തിൽ അതെ, നമ്മുടെ മറ്റേ ബിയറിന്റെ റിവ്യൂവിനകത്ത് അമേരിക്കാനോ ഉണ്ട്. പ്ലാന്റസ് മറിച്ചോ. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് പേജ്, ഒരുപാട് വേരിയൻസ് ഉണ്ട് അല്ലേ. ക്യൂബ ലിബ്ര ഉണ്ട്, പിന്നെ ക്ലാഡ. അത് ഞാൻ നോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മള് ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ തന്നെ മേക്ക് ചെയ്ത സാധനം, സെക്സ് ഓൺ ദ ബീച്ച്. ഓക്കെ. ആൻഡ് കമ്മിങ് ടു ദ എൻഡ് ആയില്ല, ഒരു പേജ് കൂടെ ഉണ്ട്. ഡ്രൈ മാർട്ടിനി ഉണ്ട്. ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് സെഗ്മെന്റ്സിലേക്ക് നമ്മൾ കടക്കുകയാണ് ഗൈസ്. റേറ്റ് കൂടി വരുന്നത്. പിന്നെ ഗ്രാൻഡ് ഹോട്ടലിന്റെ സ്പെഷ്യൽ കോക്ടെയിൽസ് ആണ് ഈ കാണുന്നത്. എന്ത് പറഞ്ഞു, ഇവരുടെ സ്പെഷ്യൽ ചെയ്യണോ അതോ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ട്രൈ ചെയ്യണോ? ഇവരുടെ സ്പെഷ്യൽ ചെയ്യാം. ഇവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർ അത് ഈ മെനുക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. കുറെ ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞു. ഇപ്പൊ തീരും. ബട്ട് ഇറ്റ്സ് എ നെവർ എൻഡിങ് സ്റ്റോറി ആക്ച്വലി. കാസൽ ഓൺ ദി എയർ. ഇതിന്റെ എല്ലാം കണ്ടന്റ്സും ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണ് മേക്കിംഗ് എല്ലാം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി വോഡ്ക മാർട്ടിനീസ് ഉണ്ട്. ഇനി വെജീസ് വെച്ചുള്ള കാര്യങ്ങളാണ്. അതിനോട് താല്പര്യമില്ല അല്ലോ. പിന്നെ ഷോർട്സ് ഉണ്ട്. ഷോർട്സ് അടിക്കണോ? അത് ഒറ്റയ്ക്ക് തരുമോ? വേണ്ട. Mocktails, and these segments are not included in our list actually, so we'll go for the grand special section. Okay. So Mr. Toganchi, ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം പ്രിഫർ ചെയ്യട്ടെ, അല്ലെ താൻ തന്നെ നോക്ക് ഏത് വേണം? അതായത് എന്റെ മോസ്റ്റ് പ്രിഫറബിളി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഗ്രാൻഡ് സ്പെഷ്യൽ അവരുടെ തന്നെ ആയിട്ടുള്ള ഒരു ട്രേഡ് മാർക്ക് സാധനത്തിൽ നിന്നാണ് ചൂസ് ചെയ്യണം ഞാൻ, എന്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മളിവിടെ വന്നിട്ട് പിന്നെ അവരുടെ അതെ ഏത് വേണം അതിന്റെ ഇൻഗ്രീഡിയൻസ് കൂടെ താൻ നോക്കണം, ഏതൊക്കെയാണ് അതിന്റെ മേക്കിംഗ് കോമ്പോണൻസ് എന്ന് കൂടെ നോക്കണം. ഹോട്ട് കൊച്ചിൻ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? വോഡ്ക, ടെബാസ്കോ, ഓറഞ്ച് ജ്യൂസ് ആൻഡ് 7up. ഓക്കെ, അത് മതിയോ? ഓക്കെ, അപ്പോൾ അത് ഫിക്സ് ചെയ്താം. ഇനി എൻ്റെ കൂടി ഞാനൊന്ന് സെലക്ട് ചെയ്തു. ഓക്കെ ഗൈസ്, എനിക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ആക്ച്വലി ഇരുന്നത്. അതായത് വിസ്കി വേണോ ബ്രാൻഡി വേണോ, ആ ഒരു സെഗ്മെന്റ്സിനോടുള്ള കൺഫ്യൂഷൻ അല്ല. നല്ല രണ്ട് ബ്രാൻഡ്സ്, കുട്ടിസാർ, ജോൺ റൗലറ്റ്. ഇത് രണ്ടിൽ ഏത് പ്രിഫർ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ബട്ട് ഐ ഹാവ് മേഡ് അപ്പ് മൈ മൈൻഡ്, ഐ ഗോ വിത്ത് ജോൺ റൗലറ്റ്. സോ ബ്രോ, 2 പാക്ക് ജോൺ റൗലറ്റ്. പിന്നെ നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കോക്ടെയിൽ ഉണ്ടല്ലോ, അതിൽ ഹോട്ട് കൊച്ചിൻ വേണം. ഓക്കെ, പിന്നെ ക്ലബ് സോഡ, പിന്നെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും. താങ്ക് യു. സോ ഗൈസ്, ഇൻ ദ മീൻ ടൈം ഐ വിൽ ബി ഗിവിംഗ് എ ഡീറ്റെയിൽ റിവ്യൂ ഓഫ് ദിസ് വിൻറ്റേജ് ഹോട്ടൽ. 1960കളിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഹോട്ടലായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റേതായ അത്രയും ഒരു പാരമ്പര്യം ഇവർക്കുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു എഫക്റ്റ് തന്നെ കണ്ടില്ലേ, വളരെയധികം നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ബഹളങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, എന്നാൽ ഒരുപാട് മോഡുലേഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ് ആൻഡ് ടിപ്പിക്കൽ എല്ലാ ആംബിയൻസും ഇവിടെ ഉണ്ട്. മറ്റ് ബാറുകളിലൊന്നും, നമ്മൾ കൊച്ചിയിൽ ഒരുപാട് ബാർസിൽ നമ്മൾ പോയിട്ടുണ്ട്, ആലപ്പി പോയിട്ടുണ്ട്, എല്ലായിടത്തും നമ്മൾ പോയിട്ടുണ്ട്. ബട്ട് ഈ ഒരു സെഗ്മെന്റ്സ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് കൊണ്ട് കയറിയപ്പോൾ ഇംപ്രഷൻ എനിക്ക് അതായിരുന്നു. കാരണം ഈ ഒരു ആംബിയൻസ് വളരെ ടിപ്പിക്കലാണ്, നമ്മൾ എവിടെ അങ്ങനെ കാണാറില്ല. സോ I'll give it 8.5 out of 10. It's my rating actually. അപ്പോൾ എന്നിരുന്നാലും കാര്യങ്ങളെല്ലാം സുഖമായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ചില്ലിയാണല്ലേ? മിസ്റ്റർ ഡ്രാഗൻജി, താനും നെരുങ്ങി പുകയോടോ. ഹോട്ട് സോസ് ആണ്.
ലൈം സ്ലൈസ് അല്ലേ? സ്മിർനോഫ് അല്ലേ? ആണോ 60 ml അല്ലേ? Thank you, bro. It's called hot cochin, right? Yeah. Okay. Guys, ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണാം. ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുന്നതിന്റെ മുഖം കണ്ടോ? ആ ചില്ലി ഇട്ടപ്പോഴേ പേടി തോന്നി അല്ലേ? റെഡ് ചില്ലിക്ക് പകരം ഗ്രീൻ ചില്ലി ആയിരുന്നു താൻ ഓടിയൻ. റെഡ് ചില്ലി ആയിരിക്കും ഇതിന് യൂസ് ചെയ്യുന്നത്. അതെ. ഗൈസ്, നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുന്ന കോക്ടെയിൽ ഇറ്റ്സ് എ വെരി നൈസ് കോക്ടെയിൽ എന്ന് ഞാനിപ്പോൾ പറയും. കാരണം അത് കഴിച്ചു നോക്കിയാൽ അതിൻ്റെ കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ്സ് ആസ് വെൽ ആസ് എ ക്വാളിറ്റി നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. കാരണം വൈഡ് റേഞ്ച് ഓഫ് കോക്ടെയിൽസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്റർനാഷണൽ ആസ് വെൽ ആസ് ഇവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും ഇവർ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോക്ടെയിൽസും അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പോലും അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം അത്രയധികം വൈഡ് റേഞ്ച് ഓഫ് കോക്ടെയിൽസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുമാത്രമല്ല, അതുപോലെ തന്നെ ബ്രാൻഡുകളും ലിക്കർ ആസ് വെൽ റം, വിസ്കി അങ്ങനെയുള്ള ബ്രാൻഡുകളെല്ലാം ഇഷ്ടം പോലെയാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റ് പല ബാറുകളും കിട്ടാത്ത ബ്രാൻഡുകളെല്ലാം ഇവിടെ ലഭ്യമാണ്. എക്സോട്ടിക് ആയിട്ടുള്ള ബ്രാൻഡ്സുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അത് മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ഈ കൊച്ചിൻ ബ്രാൻഡിൻ്റെ. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ കോക്ടെയിൽ എല്ലാം വന്നു കഴിഞ്ഞു. ഇനി അത് ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സമയമാണ് നമ്മുടെ ഡ്രങ്കൻ ജിക്ക്, ക്യാമറയ്ക്ക് പിന്നിലുള്ള ഈ കുടികാരന്. സോ ആർ യു റെഡി മിസ്റ്റർ ഡ്രങ്കൻ? ഓക്കെ, ട്രൈ ചെയ്തോളൂ. ആ, അത് ശരിയാണ് ബ്രോ. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ജോൺ റൗലറ്റ് അങ്ങനെയാണല്ലേ? അതെ, ജോൺ റൗലറ്റ് എന്നുള്ള ഒരു ബ്രാൻഡാണ്. ആ ബോട്ടിലൊന്ന് കാണിക്കുന്നു. ഓക്കെ ഗൈസ്, ഇതിന്റെ ബോട്ടിലിംഗ് തന്നെ ഉണ്ട് ഒരു യുണീക്നെസ്. നമ്മൾ ഇതിനു മുമ്പ് ഒന്നും കാണാത്ത തരത്തിലുള്ളൊരു ഷേപ്പും അതുപോലെ സ്കൾപ്ചറും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. പ്രിഫർ ചെയ്ത് കണ്ടല്ലോ, അതിന്റെ ലിപികളും ലെറ്റേഴ്സ് ആയാൽ തന്നെയും എല്ലാം ഒരു ഡിഫറെന്റ് ആണ് ആക്ച്വലി ഫ്രം എവറിത്തിങ് എൽസ് വിച്ച് വി ഹാവ് സീൻ ബിഫോർ. ജോൺസ് റൗലറ്റ് പ്രീമിയം ബ്രാൻഡിയാണ്. നമ്മുടെ ജോൺസ് റൗലറ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ എല്ലാം ആഫ്റ്റർ ദ ഫസ്റ്റ് ടേക്ക്. കാരണം ഡ്രങ്കൻ ജിയുടെ കോക്ടെയിൽ അവിടെ വെയിറ്റിംഗ് ആണ്. ഡ്രങ്കൻ ജി അതിനെക്കാട്ട് മുമ്പ് വെയിറ്റിംഗ് ആണ്. സോ എൻ്റെ ബ്രാൻഡ് കൂടെ എത്തിയത് കൊണ്ട് തന്നെ വി ആർ ഗോണ ബ്ലാസ്റ്റേഴ്സ് ആൻഡ് ദ കർട്ടൻ ഈസ് അപ്പ് ആൻഡ് ദ മൂഡ് ഈസ് ഓൺ. സോ ആർ യു റെഡി മിസ്റ്റർ ഡ്രങ്കൻ ജി? നൗ ഐ ആം റെഡി. ഓൾറൈറ്റ്. കുറേ നേരമായി. റെഡി ആയിട്ട് കുറേ നേരമായി. Is it? Okay. So guys, it's time for the first cheers of the evening and we are about to start it. And here it goes, the first cheers. So Mr. Pranasi, Yes. what's your conclusion about this Cochin, hot Cochin? എന്താണ് പേര്? ഹോട്ട് കൊച്ചിൻ എന്നല്ലേ? ഓക്കെ, ഹോട്ട് കൊച്ചിൻ കോക്ടെയിലിനെ കുറിച്ച് പ്രായം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയേനെ. നല്ലൊരു സ്പൈസി ആയിട്ടുള്ള കോക്ടെയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഓറഞ്ചിന്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ
നല്ല ചിൽഡാണ്. അത് പിന്നെ അങ്ങനെയല്ലേ ഉള്ളൂ. അല്ല കിടക്കത്തി ഐസ് ക്യൂബ്സ് അല്ല, ക്രഷ്ഡ് ഐസ് ആണ് ഇട്ടിരുന്നത്. ഐസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്ലോയിൽ ഇരുന്ന് അടിക്കാൻ പറ്റിയ സംഭവം. അതെ, മയത്തിന് പിന്നെ നമ്മുടെ ബോഡിക്ക് നല്ലൊരു എനർജി ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനർജി കിട്ടില്ല. പിന്നെ കോക്ടെയിൽസിന് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, സിമ്പിളായിട്ട് അടിക്കാം. ഒരു ദിവസം ഒരേ കോക്ടെയിൽ അടിച്ചാൽ മതി സത്യം. അതെ, വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും കഴിക്കേണ്ട, ഫുൾ എനർജി ആയിരിക്കും. അതെ, അത് ഇവര് തന്നെ മേക്ക് ചെയ്യുന്ന ഇവിടുത്തെ സ്പെഷ്യൽ ഇല്ലേ? അതെ അതെ, പക്കാ സംഭവം. ഓക്കെ, ആ ചില്ലിയും എല്ലാം ഇഷ്ടപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും സൂപ്പർ സാധനം. അതെ, ആ ഗ്രീൻ ആപ്പിൾ ഒക്കെ വേണം, പക്ഷെ അതിന്റെ ഫ്ലേവർ അത്ര തോന്നിക്കുന്നില്ല. ഇല്ല, ഓറഞ്ചിന്റെ ആണ് കൂടുതലായിട്ട് എഫക്റ്റ് വരുന്നത്. ഓക്കെ, താങ്ക് യു. ബ്രോ, ഞാനിത് നേരത്തെ നമ്മുടെ മെനുക്കകത്ത് ഞാൻ കാണിച്ചതാണ്. എന്നിരുന്നാലും ഒരു പെക്കിൽ എത്ര രൂപയാണ് ഒന്നും കൂടി പറയാമോ? 400 റുപ്പീസ് അല്ലേ? 60 ml 400 റുപ്പീസ്. ഓക്കെ, ഇതിന്റെ ബോട്ടിൽ പ്രൈസ് എത്രയാണ്? 1560 രൂപ. ഓക്കെ, നല്ല മൂവ്മെന്റ് ഉള്ള ഒരു ബ്രാൻഡാണോ അത്? അതെ അല്ലേ, ജോൺ റോളറ്റ്. ഇതിന്റെ ഡിസ്റ്റിലറി എവിടെയാണ്? ബാംഗ്ലൂരോ എവിടെയാണ്? സോ ഗായ്സ്, ഇതിന്റെ ബേസിക് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ 42.86 കോമൺ ആയിട്ടുള്ള കാണുന്ന ABV ആണ്. പിന്നെ അതുപോലെ തന്നെ ഡിസ്റ്റിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുൻകൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഈ ഭാഷയൊന്നും എനിക്ക് അറിയത്തില്ല ഗായ്സ്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ഏതായാലും ബേസ് എന്ന് പറയാൻ ഗോവയാണ്, അത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, അതെ, ഗോവ മിസ്റ്റർ ഡ്രങ്കജി, നമ്മുടെ ഗോവ ഈ മാസം പോണ്ടേ? ഓക്കെ, സോ ദാറ്റ്സ് എ ബേസിക് ഇൻഫർമേഷൻ. 1560 രൂപയുടെ ബോട്ടിലാണ്. ബാർ റേറ്റ് എന്ന് പറയുമ്പോൾ 400 രൂപയാണ്. 400 bucks ആണ് ഒരു പെക്കിന്, വിച്ച് മീൻസ് 60 ml കോസ്റ്റ് യു 400 INR. സോ ഇവർ കുറച്ചുകൂടി ഡിസ്റ്റിലേഷൻ കാര്യത്തെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നത്. നമുക്ക് അത്രയും നമുക്ക് ആവശ്യമില്ല ആക്ച്വലി ഫോർ ടൈം ബീങ്. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള കാരമ്പയിലേക്ക് കടക്കാം. എന്റെ ഫസ്റ്റ് പെഗ് ഞാൻ ഇതുവരെ ഫിനിഷ് ആക്കിയിട്ടില്ല. സോ ഐ വിൽ ബി ഡൂയിങ് ദാറ്റ് വെരി ഷോർട്ട്ലി. സ്റ്റേ ട്യൂൺ ഗൈസ്. ഗൈസ്, ഞാൻ ഒറ്റ സിപ്പിന് കഴിക്കാവുന്ന ആവശ്യമുള്ളൂ ആക്ച്വലി. ബട്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചിൽഡാണ്, ഐസ് ക്യൂബിന്റെ ബഹളമാണ്. അതുകൊണ്ട് ഒന്നാമത് നല്ല പുറത്തുനിന്ന് നല്ല ഇപ്പം ടെമ്പറേച്ചർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചിൽഡ് ആയതാണ് നമുക്ക് ഒറ്റയടിക്ക് കഴിക്കാൻ ഒക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തിനല്ല ലിക്കർ ഒറ്റയടിക്ക് അടിച്ചത്, എന്താ കാട്ടാടിയില്ലല്ലോ. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു ബ്രാൻഡാണ് നമ്മുടെ ജോൺസ് റോളറ്റ്. അപ്പോൾ എന്നിരുന്നാലും ഇത് ഫിനിഷ് ആയാൽ മാത്രമേ എനിക്ക് നെക്സ്റ്റ് റൗണ്ട് നമ്മുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഐ എം ഗോണ ഫിനിഷ് ദിസ്. ട്രൈ ചെയ്യാം, പറ്റുമോ എന്ന് എനിക്കറിയില്ല. സോ സ്റ്റേ വിത്ത് മീ. കുടിക്കുന്നതായിട്ട് കാണുന്നല്ലേ ഉള്ളൂ, ഒന്നും തീരുന്നില്ലല്ലോ അതിനകത്ത്. എൻ്റെ അത് കുറെ ഐസ് ഉണ്ട്. സൂപ്പർ ക്വാളിറ്റി ആണ് ഗൈസ്, നല്ല. ഞാൻ പറഞ്ഞില്ല, വേറെ എവിടെയും നമ്മൾ കാണില്ല ഇങ്ങനെയുള്ളൊരു ആംബിയൻസ്. മൈൽഡ് ആണ്, ബട്ട് ഇറ്റ്സ് വെരി പവർ. ഡ്രങ്കൻ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ആ മുളകും എടുത്ത് തിന്നാവും. കഴിക്കേണ്ടി വരും, എല്ലാത്തിലും ലിക്കറുണ്ട്. ഓഹോ, ഓക്കെ ഫൈൻ. സോ ഗായ്സ്, ഇതാണ് അവരുടെ സ്നാക്ക് മെനു. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല, ബട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇവരുടെ ഫുഡെല്ലാം വളരെയധികം ട്രഡീഷണലാണ്, അതുപോലെ ക്വാളിറ്റിയാണ്. ഞാൻ ഏത് ബാറിൽ പോയാലും അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് റെഫറൻസ് ചെയ്യാൻ നോക്കും. അപ്പോൾ റെഫറൻസിലെല്ലാം കാണുന്നത് അവരുടെ ഫുഡ് ഐറ്റംസ് ഹൈ ക്വാളിറ്റി എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് നോക്കുക. ജസ്റ്റ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അതിന് എക്സ്പീരിയൻസ് കിട്ടില്ല. ബട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും കൊച്ചി വരുവാണെങ്കിൽ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും എൻ്റെ ഒരു സജഷനാണ്. ഞാൻ ആരെയും കമ്പൽ ചെയ്യില്ല. ഗൈസ്, ആക്ച്വലി ഞങ്ങളിന്ന് ഈ ടൈമിലല്ലായിരുന്നു ഇവിടെ വരാൻ പ്രിഫർ ചെയ്തത്. ഞങ്ങൾ ആക്ച്വലി അതിൻ്റെ വാതിക്കൽ വരെ വന്നതാണ്.
ഒരു നൂൺ സമയത്ത്, ഒരു ഉച്ചയ്ക്ക് ഒരു 12:30 1 o'clock ആ ഒരു ടൈമിൽ നമ്മളവിടെ വന്നു. ബട്ട് അകത്തോട്ട് കയറാൻ പോലും നിവൃത്തിയില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല ഗൈസ്, ഇവിടെ ലഞ്ചിന് ഭയങ്കര ഡിമാൻഡാണ്. കാരണം ഇവിടെ ഞാൻ നേരത്തെയും പറഞ്ഞു, ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഫുഡാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ ആക്ച്വലി എനിക്ക് ഉച്ചയ്ക്ക് എനിക്ക് മനസ്സിലായില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കരുതിയിരുന്നത് ഇവിടെ എന്തോ ഫംഗ്ഷൻ നടപ്പുണ്ടെന്നാണ് ഞാൻ ആക്ച്വലി വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു തിരക്കായിരിക്കുന്നതാണ് ഞാൻ കരുതിയിരുന്നത്. ബട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് യൂഷ്വലി അവർക്ക് ആ ഒരു ടൈമിൽ അത്രയും റഷ് വരും. കാരണം കൊച്ചിയിലുള്ള പല ഹോട്ടലുകളിൽ നിന്നുള്ള ആൾക്കാർ പോലും ഇവിടെ വന്നാണ് ലഞ്ച് കഴിക്കുന്നത്. ഇവരുടെ ഏറ്റവും സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇവിടുന്ന്. സോ നെക്സ്റ്റ് ടൈം വെൻ ഐ എം ഇൻ കൊച്ചി ഐ വിൽ ബി ട്രൈങ് ദ കരിമീൻ പൊള്ളിച്ച ഫ്രം ദിസ് ഗ്രാൻഡ് ഹോട്ടൽ. അത് കൺഫേംഡ് ആണ്, ഇപ്പോഴേ കൺഫേംഡ് ആണ്. ഇപ്പം എൻ്റെ വയറ് കണ്ടല്ലോ, ഓൾറെഡി ഫിൽ അപ്പ് വിത്ത് ബ്രാൻഡി, വിസ്കി, റം എല്ലാം ഉണ്ട് ഇതിനകത്ത്. സോ ഇനി ഇതിനകത്തിന് സ്പേസ് ഇല്ല. അതുകൊണ്ട് ഈ ടൈമിൽ ഞാൻ ട്രൈ ചെയ്യില്ല. ബട്ട് ഇൻ ദ നെക്സ്റ്റ് ടൈം ഐ വിൽ ബി ഡെഫിനറ്റ്ലി ട്രൈങ് ദാറ്റ്. കരിമീൻ പൊള്ളിച്ച് താനിക്കും നെക്സ്റ്റ് ടൈം ഐ വിൽ പ്രിഫറിങ്. ഗായ്സ്, ഇവർക്ക് താഴെ മാത്രമല്ല മുകളിലൊരു അപ്സ്റ്റേ ഒരു സ്പേസ് കൂടെ ഉണ്ട്. നമ്മുടെ ഡ്രങ്കൻ അത് എന്താണെന്ന് അറിയാൻ എക്സ്പ്ലോറേഷന് വേണ്ടി ഇതാ പോയിരിക്കുകയാണ്. മദ്യപാനിയും ബാക്കിൽ കൂടെ പോകുന്നതായിരിക്കും ഗായ്സ്. പെർഫെക്റ്റ്. വളരെ ഒരു നമുക്കൊരു സൈലന്റ് ആംബിയൻസ്, ടോട്ടലി ഒരു സൈലന്റ് ആംബിയൻസ് ആണ് ഇവിടുത്തെ ബാർ എന്ന് പറയുമ്പോൾ തന്നെ. അതൊന്നും കൂടെ സൈലന്റ് ആക്കുന്ന രീതിയിലാണ്. ഇതിപ്പോ ഒരു ഫുൾ ഫാമിലി അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ ഇവിടെ. 20 people അല്ലേ? കണ്ടോ ഗൈസ്, നമുക്ക് മറ്റെവിടെയും കാണാത്തൊരു സീക്വൻസ് ആണ്. നമ്മൾ മെസ്സോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിന്റെ മിനിയേച്ചർ വേർഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഇതൊരു യുണീക്ക് ആയിട്ടുള്ള സ്കൾച്ചർ അല്ലേടോ? അപ്പോൾ എന്റെ പെഗ് ഇവിടെ എത്തി. ഡ്രങ്കന്റെ ഡഹീരിയല്ലോ, എന്താണ് ഹോട്ട് കാഴ്ചയിൽ ഡ്രങ്കൻ ഇടക്കിടക്കിടത്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ ഒന്നും അങ്ങോട്ട് ആവുന്നില്ലെന്നേ ഉള്ളു. തീർന്നോ? ഇതെല്ലാം കൂടി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതെ, ഓക്കെ. അപ്പൊ ഇവിടെ കൂടെ നോക്കിയാൽ നമുക്ക് താഴത്തേക്കുള്ള ആംബിയൻസ് കാണാൻ പറ്റും. സൂപ്പർ, ഹൈ ക്വാളിറ്റി. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്കൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇതുവരെ പോകാത്തൊരു ആംബിയൻസ് അല്ലേ? പൊളിച്ച്. ബിയർ അടിക്കോ? ഞാൻ മേടിച്ചു. പഴം മേടിക്കോ? മേടിച്ചു. അപ്പൊ നമ്മുടെ ഡ്രങ്കൻ ജിക്ക് ഒരു ബിയർ കൂടെ വേണം. കോക്ടെയിൽ കൊണ്ട് ഒന്നും ആയില്ലെന്നാ പറയുന്നത്. താഴെ പോയി ബിയർ മേടിക്കാൻ പോയിരിക്കുകയാണ്. So in the meantime, I'll be reviewing this high quality John's Rowlett brandy. Yes guys, മദ്യവണ്ടി വരുന്നുണ്ട്. മദ്യ ടാങ്കറായ മിസ്റ്റർ ഡ്രങ്കൻ is here. Drunken is in the building. വന്നിട്ട് നേരെ എടുത്ത് കുടിയാണേ, കുടിയോട് കുടി. കുടിക്കാൻ വേണ്ടി ജനിച്ചതാണ് താൻ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ മിസ്റ്റർ ഡ്രങ്കരാജ്. അതിന്റെ മാത്രമല്ല, ഇത് പക്ക ടേസ്റ്റ്. നീ ഒരെണ്ണം കഴിച്ചു നോക്കണമായിരുന്നു. ഇനി ഞാനില്ല. എന്നാ കുഴപ്പമില്ല. ഇവരുടെ വെറൈറ്റി സംഭവം തന്നെ കേട്ടാ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിടിച്ചേ, ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ആണ്. അതിൽ നിന്നും വളരുന്നു 1001 എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, അതേ എഫക്റ്റാണ് ഈ കോക്ടെയിൽ നമ്മൾ പ്രിഫർ. എനിക്കിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിച്ച ബ്രാൻഡിനേക്കാൾ എനിക്ക് കൂടുതൽ ഞാൻ കണ്ട ബ്രാൻഡാണ് ആ കോക്ടെയിൽ. ഹോട്ട് കൊച്ചിനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ എനിക്ക് കഴിക്കാൻ ആകാംക്ഷയുണ്ട്. ബട്ട് ഇപ്പൊ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ട്രൈ ചെയ്യാതെയാണ്. അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഇനി എന്റെ ബാക്കി കർത്തവ്യം, മൈ റെസ്പോൺസിബിലിറ്റി, വിച്ച് ഈസ് നമ്മുടെ ജോൺസ് റൗലറ്റിന്റെ റിവ്യൂ, അത് ചെയ്തില്ലെങ്കിൽ ചെയ്യത്തില്ലാതിരിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ഹിയർ ഇറ്റ് ഗോസ് for John Rowlett and for the exceptional hotel which gave me this opportunity to have this opportunity to do this. So here it goes guys. The initial nosing is here. നല്ല ഫ്രൂട്ടിയാണ് ഗൈസ്. ഫ്രൂട്ടി അല്ല, നല്ല ഫ്രൂട്ട്സിന്റെ ആരോമയുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ വളരെ മൈൽഡായിട്ട് ആ ഒരു സ്മോക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ നോസിംഗ് എന്ന് പറയുമ്പോൾ. ആൻഡ് ഇറ്റ്സ് ടൈം ടു റിവ്യൂ ദ ടേസ്റ്റ്. അതെ ഗൈസ്, ടേസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ട ടൈം എത്തിക്കഴിഞ്ഞു. സോ ഹിയർ ഇറ്റ് ഗോസ് വൺസ് അഗൈൻ. ഇല്ല, അധികം ഇന്റൻസിറ്റി ഇല്ല.
അത്ര കട്ടിയില്ല. ഇറ്റ്സ് നോട്ട് എ സൂപ്പർ സ്ട്രോങ് ബ്രാൻഡ്, ബട്ട് ഇറ്റ് ഹാസ് എ സ്മൂത്ത് ടേസ്റ്റ് ആൻഡ് ഐ ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് വൺസ് അഗൈൻ. നമ്മുടെ ജോൺസ് റോളറ്റിന്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്, ടെക്സ്ചറല്ല ക്രീമി ഫ്ലേവറാണ്. അതെ ഗായ്സ്, കാരണം നമ്മൾ നോർമൽ ബ്രാൻഡുകളിലൊന്നും കാണാത്ത എന്തൊക്കെയോ ഒരു ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ ഇനിഷ്യൽ ആയിട്ടും കൺക്ലൂഷൻ ആയിട്ടും എൻ്റെ വായിൽ എനിക്ക് വന്നത് ആ ഒരു ക്രീമി ഫ്ലേവറാണ്. പിന്നെ എവിടെയൊക്കെയോ ആ ഒരു ചെറിയ ടൈനി നോട്ട്സ് ഓഫ് ഗ്രേപ്സിന്റെ ഒരു ഫീലും വരുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. സോ ഐ എം ഗോണ ഫിനിഷ് ദിസ് ഓഫ് ഇൻ സ്റ്റൈൽ ഇൻ എ നീറ്റ് വേ. നോ ഐസ്, നോ സോഡ. ഐ എം ഗോണ ഡു ദിസ് ഗൈസ്. Just like that, it's over. Yeah, khatam. Goodbye. തീർത്തല്ലേ? യെസ് നീ ആ ബിയറോട് അടിക്കണ്ടേ? യെസ്, അത് മേടിച്ചത് അത് ഫൈനൽ. ഓക്കെ, ഒറ്റയ്ക്ക് അടിക്കോ? തീർച്ചയായിട്ടും. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ് മാൻ. So guys, it's time for violence. This is my entertainment and this is my violence. Are you ready for the last years of the Sandhya evening? എന്ന് തന്നെ പറയാം. So it's time and the final cheers of the evening is here. So this concludes this section of drinking in Cochin. So നമുക്ക് ഇതിന് ഫോളോ ചെയ്യുന്ന വെച്ചാൽ ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കണം. That's what it is going to happen soon. So cheers to you all. Yeah, that's complete now. Cheers, guys. ഗായ്സ്, അപ്പൊ നമ്മള് ഇന്ന് ഹോട്ടലിലൊന്നും പോയി ഫുഡ് കഴിക്കുന്നില്ല, കാരണം വെള്ളം അടിച്ചിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എവിടെയും പോകുന്നില്ല. നമ്മുടെ സൊമാറ്റോയിൽ നമ്മൾ സ്വിഗ്ഗിയിൽ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഓർഡർ ഇതായി എത്തിക്കഴിഞ്ഞു. താഴെ കൂടെ താഴേക്ക് വരും കേട്ടോ, ആള് വരും. ഓക്കെ, ഡ്രങ്കരാജിനെ താഴോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. യെസ്, എന്തിട്ടോ ചേഞ്ചില്ലേ? ആ കേട്ടോ, വരട്ടെ. എത്രയാണ്? ഒന്നുമില്ല ബാലൻസ് ബാക്കി. ആ എന്നാ ഗൂഗിൾ പേ. ആ അത് കൊടുക്കും, ബാക്കി ഗൂഗിൾ പേ ചെയ്താൽ മതി. ഓക്കെ ഗായ്സ്, നമ്മുടെ ഡ്രങ്കൻ ജി സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് താ വരുന്നുണ്ട്. യെസ്, എത്തിക്കഴിഞ്ഞു നമ്മുടെ കുടികാരൻ. കയറി കേളു രംഗരാജ്. നമ്മുടെ ഫുഡ് എത്തിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, മദ്യപിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എപ്പോഴും പോയി ഫുഡ് കഴിക്കാൻ വയ്യാഞ്ഞ കൊണ്ടാട്ടോ. ആക്ച്വലി വേറൊന്നും കൊണ്ട് നമ്മൾ അമിതമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമല്ല. ഇന്നൊരു വെറൈറ്റി ആയിട്ട് മാത്രമേ, അതും കൂടെ കൊണ്ടല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഡ്രങ്കൻ ജി ഉണ്ടല്ലോ, ഈ കുടികാർക്ക് ചെറിയൊരു എമർജൻസി വന്നത് കാരണം പുള്ളിക്കാരൻ ഇപ്പൊ നമ്മളെ വിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഫുഡ് നമ്മളെ റൂമിലേക്ക് സ്വിഗ്ഗി ഓർഡർ ചെയ്ത് വരുത്തിച്ചത്. അപ്പോൾ മദ്യപാനിക്ക് കഴിക്കാനൊന്നും സമയമായിട്ടില്ല. ഇപ്പൊ മണി ഏകദേശം എത്ര 6:30-7 മണിയോളം ആവുന്നു. ഇപ്പോഴേ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ ഡ്രങ്കൻ എന്തായാലും പോകുന്നത് കാരണം ഡ്രങ്കന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ബിരിയാണി കഴിച്ചങ്ങ് വിടുവാണ്. പറഞ്ഞു, അയ്യോ ബിരിയാണി എന്ന് പറഞ്ഞു പോയി. നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ് ഗൈസ്. ഓക്കേ മിസ്റ്റർ ഡ്രങ്കൻ, എന്തുവാ മയനേസാ? ഓ എന്തിന്? അതൊക്കെ ഇഷ്ടം പോലെ താൻ കഴിച്ചോ. കുഞ്ഞു ബിരിയാണി അല്ലടോ, ഭയങ്കര നഷ്ടമായപ്പോലോ. 170 രൂപയുടെ ബിരിയാണിയാണ് കാണുന്നത് ഗൈസ്. ഭൂലോക നഷ്ടം. അതൊന്നോട് നെയ്യ, ഓ അച്ചാർ, എന്നാലും ബമ്പർ നഷ്ടമായപ്പോലോ 170 രൂപയ്ക്ക്. അതാണ് ഗൈസ്, ഇതിനകത്ത് വേറൊരു ടെക്നോളജി കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, 110 രൂപയുടെ ബിരിയാണിയാണ്. മഴ ഒന്ന് ചാർന്നത് പോലും ഇല്ല, ഇരുണ്ട് മൂടി കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ആക്ച്വലി 53 രൂപ റെയിൻ ചാർജ് എന്നും പറഞ്ഞു. കൺവീനിയൻസ് ഫീസ് 15 രൂപ വേറെ.
എന്താ അല്ലേ ആൾക്കാരെ ഗോപി വരപ്പിക്കുവാണ്. പക്ഷെ സാരമില്ല. അപ്പൊ ഡ്രങ്കൻ ജി പണി തുടങ്ങിയിരിക്കുകയാണ്. നല്ല ശുദ്ധമായ ബിരിയാണി, പക്ഷെ വില അശുദ്ധമാക്കി കളഞ്ഞു. ചെറിയ റൈസാണ് സംഭവം. അതെ, പക്ഷെ ചെറിയ റൈസ് നല്ല ടേസ്റ്റ് ആണ്. ബസ്മതിയേക്കാൾ നല്ലതാണ്. നാരങ്ങച്ചാറാണ്. ബീഫ് ബിരിയാണിയാണ്, ചിക്കൻ അല്ല. ബീഫ് അല്ല, ചിക്കൻ ബിരിയാണി കേട്ടോ. ഓർഡർ ചിക്കൻ ബിരിയാണി കിട്ടിയുള്ളൂ, ബീഫ് ബിരിയാണി കിട്ടിയില്ല. ബീഫ് ബിരിയാണിക്ക് 93 രൂപ കൺവീനിയൻസ് ഫീസ് ഒന്നും. എല്ലൊന്നും കാണുന്നില്ലടോ, കടിച്ചാപ്പെട്ടെന്ന് അതിൽ മാത്രമേ ഉള്ളൂ. അച്ചാർ അങ്ങോട്ട് പിടിക്കണോ. എനിക്കിവിടെ കൊതി വരുന്നു, വിശപ്പില്ലാങ്ങിട്ട് പോലും. ആണല്ലേ? ഓക്കേ, ഇങ്ങനെ പിടിച്ചാലുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ വെള്ളം അടിച്ചിരിക്കുമ്പോ ഫുഡ് കഴിക്കുമ്പോ എന്തായാലും രസം. താൻ ആദ്യം പറഞ്ഞ സോസ് ആണെന്നാ. ഞാനപ്പോ ചിന്തിച്ചില്ല വേറൊന്നും. സോസ് അല്ലെന്ന് ചിന്തിച്ചു. പക്ഷെ ബിരിയാണിയുടെ കൂടെ സോസോ? ഒരു തരത്തിലുള്ള ഒരു സോസ് ആണ് അല്ലേ? കണ്ടുപിടിച്ചല്ലേ? റൈസ് കഴിഞ്ഞ് മാറ്റിയാൽ മാത്രമേ പരിപാടി നടക്കൂ. അതെ, കുടിച്ചിട്ടിരിക്കുവല്ലേ? എന്നാ അവനെങ്കിൽ എടുത്ത് ഭയങ്കര നഷ്ടമായി പേരോടൂ. പിന്നെ 170 110 രൂപയ്ക്ക് മുന്തിയോ അതൊന്നും കാലാണ്. കാല് കടിച്ചു പറിച്ചിട്ടുണ്ടോ? പൊളിച്ച് സംഭവം കുഴപ്പമില്ല. ചിക്കൻ തകർത്തല്ലേ? എങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ലല്ലേ? ചിക്കൻ ആണെങ്കിലും നല്ല ടേസ്റ്റ്. സംഭവം സ്മൂത്ത് കോഴി. അതെ, നല്ല ടെൻഡറാണല്ലേ, വിട്ടു പോരുന്നില്ല. വലിയ ബലമൊന്നും കൊടുക്കണ്ടെന്ന് തോന്നില്ലടോ പഠിക്കാനായിട്ട്. കൈകൊണ്ട് എടുക്കാം. കോഴിക്കാലെന്തിയെ ഒരു കമ്പ് പോലെ കിടക്കുന്ന ഇവിടെ. തന്റെ സമ്മതിച്ചു കേട്ടോ റംഗൻജി. അതെ, കിളുന്ത് കോഴിയായിരിക്കും അല്ലേ? അല്ലെ അംഗവൈകല്യം വന്ന കോഴിയോ അല്ല വികലാംഗനായിരിക്കണം. ദാരിദ്ര്യം പിടിച്ച കോഴി. ഇഷ്ടപ്പെടാ? ബിരിയാണി ആണ്. താങ്കൾ ബീഫായിരുന്നു പറഞ്ഞത്, പക്ഷെ സ്കിപ്പ് ചെയ്ത് ചിക്കൻ ആയിപ്പോ അല്ലേ? സാരല്ല, നെക്സ്റ്റ് ടൈം ആവട്ടെ. ക്ലീൻ ബൗൾ എന്ന് പറയുന്നത് ക്ലീൻ ഷീറ്റ്. യെസ്, പോവാണല്ലേ? ഇപ്പൊ പോകത്തില്ല, 8 മണിക്കല്ലേ? ദിവ തൊട്ടില്ലല്ലോ. അത് നമുക്ക് പറ്റിയല്ലോ. നമുക്ക് അതെ, അത് കഴിച്ച അടിച്ചത് കൂടെ ഇറങ്ങി പോലെ. പിന്നെ പോകാനൊക്കെ വീണ്ടും അടിക്കാൻ പോയിട്ടിരിക്കും. ഓക്കെ, എവിടെ വേസ്റ്റ് ബോക്സ്? അതൊക്കെ വേറൊരു മണമാവോ? So guys, it's time to conclude the Kochi section, Kochi trip. Just for now, just for the time being, നമ്മൾ ഇപ്പോഴത്തെ കൊച്ചി ട്രിപ്പ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം ഇപ്പോഴത്തെ സെഷൻ കഴിഞ്ഞു. That's it. And നമ്മുടെ ഡ്രങ്കൻ ജി ഇപ്പൊ തന്നെ പോവുകയാണ്. ഇപ്പോഴല്ല, 8 o'clock. ഇപ്പൊ സമയം 6-7 മണിയോളം ആയിട്ടുള്ളൂ. 8 മണിയുടെ ട്രെയിനാണ് ഡ്രങ്കൻ ജി തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകുന്നത്. സോ എല്ലാവർക്കും ഈ കൊച്ചി വീഡിയോസ്, നമ്മുടെ ഇത്തവണത്തെ നമ്മുടെ കൊച്ചി എപ്പിസോഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഭാവിയിൽ ഇനിയും കൊച്ചി ട്രിപ്പും ഓൾ കേരള, അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ, അതുക്ക് മേലെ ഓൾ ദ വേൾഡ് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ തന്നെ ഞങ്ങളെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. സോ പുതിയൊരു ബ്രാൻഡുമായി, പുതിയൊരു ലൊക്കേഷനുമായി മധ്യമാനി ആൻഡ് ഡ്രാഗൺ ജി വിൽ ബി ജോയിനിങ് യു വെരി ഷോർട്ട്ലി. ഇൻ ദ മീൻ ടൈം, ഗുഡ് നൈറ്റ് ആൻഡ് cheers to you all guys.